ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 5 ബുധൻ, നോമ്പ് കാലത്തെ ആദ്യത്തെ ബുധനാഴ്ചയാണ്. ഇന്ന് പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും, ലേഖനം റോമാലേഖനം 2-ാം അധ്യായം 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുമാണ്. ഈ ദിവസങ്ങളിലെ വായനകളിലും ധ്യാനങ്ങളിലുമൊക്കെ ഈ നോമ്പ് കാലത്തിൻ്റെ ചൈതന്യം വരുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗവും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാൻ ഒരുങ്ങാം. നോമ്പ് കാലത്ത് കണ്ടിന്യൂസ് ധ്യാനങ്ങളാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാതെ മുടക്കമില്ലാതെ എല്ലാ ദിവസവും ധ്യാനങ്ങളുണ്ട്. പലയിടത്ത് യാത്രയിലാണ്. ഈ ദിവസങ്ങളിൽ കടുത്തുരുത്തിയടുത്ത് മാന്നാർ പാലാരൂപതയുടെ ഒരു ഇടവക പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് അതിനുശേഷം വ്യാഴാഴ്ച മുതൽ കല്ലാനോട്, കോഴിക്കോട് താമരശ്ശേരി രൂപതയുടെ കല്ലാനോട് പള്ളിയിൽ ധ്യാനം ആരംഭിക്കും. നിങ്ങളെ ഞാൻ അറിയിക്കാം. നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേക ദിവസങ്ങൾ ഓർക്കുക. ഒരല്പം നമ്മളൊരു പുതിയ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. നോമ്പുകാലത്തിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് ഒരുക്കത്തിൻ്റെ ഒരു യാത്രയുടെ പ്രോഗ്രാം അത് നിങ്ങളിലേക്ക് എത്തും. നിങ്ങളപ്പോൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് ഫീഡ് മൈ ഷീപ്പിനെ എത്തിക്കുക. ഈ മിനിസ്ട്രിയെ, ശുശ്രൂഷയെ നിങ്ങൾ എത്തിക്കുക. ഒപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുക്കത്തോടെ നോമ്പെടുക്കുകയും ചെയ്യുക. ഒരുക്കത്തോടെ നോമ്പെടുക്കുക. നോമ്പിൻ്റെ പല മാനങ്ങൾ ഈ ദിവസങ്ങളിൽ പല രീതിയിൽ നിങ്ങൾ കേൾക്കും. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് കഴിവതും റീച്ചബിൾ ഡിസ്റ്റൻസിൽ പരിശുദ്ധ കുർബാന നടക്കുന്ന ഒരു ദേവാലയം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ വർജിച്ച്, ട്രഡീഷണൽ നമ്മുടെ നോമ്പ് വിഭവങ്ങൾ ഇറച്ചിയും മീനും ഒക്കെയാണ്, അതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രിയങ്ങൾ മാറ്റിവെച്ച് നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു പരിത്യാഗത്തിൻ്റെ കാലമാക്കി ഇതിനെ മാറ്റണം. ഒന്നും വേണ്ടെന്ന് വെക്കാതെ വെറുതെ ലാഘവത്തോടെ ഒരു കാലമാക്കി ഈ സൗമാരംഭ വലിയ നോമ്പ് കാലത്തെ മാറ്റരുതേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് വിഭൂതിയുടെ സമയത്തോ നോമ്പിൻ്റെ ആരംഭത്തിലോ ഒന്നും വന്ന് പറയാൻ പറ്റിയില്ല. കുറച്ച് സാഹചര്യം അങ്ങനെയായിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല. ഇപ്പം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുമിച്ച് ദൈവം സഹായിച്ചാൽ യാത്ര ചെയ്യും. ഇന്നത്തെ ഭാഗം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത് റോമാലേഖനം. 2 ഭാഗത്തും 2 ആശയങ്ങളാണ്. നമ്മൾ ചെറുതായിട്ടത് പഠിക്കും. ഒന്നാമത്തത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. ശരിക്കും ഈ നോമ്പുകാലം എൻ്റെ ജനമേ പ്രാർത്ഥനയുടെ സമയമാകണം. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ 3 സ്റ്റെപ്സ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. അടിവരയിടേണ്ട വാക്യം ഇതാണ്: എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, 6-ാമത്തെ വാക്യം, എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പം ഈ ദിവസങ്ങളിൽ നിങ്ങളും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് അതാണ്. അതായത് എപ്പോഴും നമുക്ക് ടെക്സ്റ്റുവൽ പ്രയേഴ്സ് ഉണ്ട്, സഭയുടെ ലിറ്റർജി ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റ് ഭക്താഭ്യാസങ്ങൾ, പയറ്റി, ഡിവോഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു അപകടം, നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു പുസ്തകം കൂടിയേ തീരും. എന്തെങ്കിലും ഒന്ന് എഴുതി തയ്യാറാക്കി അച്ചടിച്ചത് കൈ കിട്ടിയാലേ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ. നിശബ്ദതയിൽ പ്രാർത്ഥിക്കാൻ വശമില്ലാത്തൊരു സമൂഹമായി നമ്മളിപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അത്ഭുതം തോന്നും. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലൊക്കെ കുറച്ചു നേരം നിശബ്ദതയോടെ ഇരിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അസ്വസ്ഥരാകുകയാണ്. നമ്മളിങ്ങനെ നോക്കുകയാണ്, ആ കീബോർഡ് വായിക്കുന്ന ചേട്ടന് ആ കീബോർഡിൽ 2 കട്ടയെങ്കിലും ഒന്ന് പിടിച്ചുകൂടെ, ഒരു മൂഡ് കിട്ടാൻ. നമുക്കല്ലാതെ പറ്റുന്നില്ല. നിശബ്ദത നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് വല്ലാണ്ട്. നമുക്ക് മുറിയിൽ കടന്ന് എല്ലാത്തിൽ നിന്ന് ചിലതിൽ നിന്നെങ്കിലുമൊക്കെ, എല്ലാത്തിൽ നിന്നും പറ്റത്തില്ലെങ്കിൽ ചിലതിൽ നിന്നെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം. മുറിയിൽ കടന്ന് ഒരു സ്വകാര്യതയിലേക്കൊന്ന് മാറാം. മുറിയിൽ കടന്ന് കതകടച്ചെന്ന് വെച്ചാൽ അത് ഇന്ദ്രിയങ്ങളെ അടയ്ക്കുന്നതാണ്. ചില കാഴ്ചകൾ കാണാതെ, ചില കേൾവികൾ കേൾക്കാതെ, ചില ഗന്ധങ്ങൾ ആസ്വദിക്കാതെ, ചിലയിടങ്ങളിലേക്ക് പോകാതെ, അതാണ് നോമ്പ്. ചിലതിനോടൊക്കെ ഒന്ന് അകലം പാലിച്ച് മുറിയിൽ കടന്ന് എൻ്റെ സ്വകാര്യതയിലേക്കൊന്ന് മാറി കതകടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കണം. എന്നുവെച്ചാൽ വ്യക്തിപരമായ ബന്ധം. ഈ വ്യക്തിപരമായ ബന്ധമില്ലാതെ, പ്രയർ ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. പ്രാർത്ഥന യഥാർത്ഥത്തിൽ ബന്ധമാണ് പ്രിയമുള്ളവരെ. കർത്താവിനോട് ഈ വ്യക്തിപരമായ ബന്ധമില്ലാതെ നമ്മൾ എന്തോരം പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയാലും അതെല്ലാം കേവലം അധര വ്യായാമങ്ങളായി ചുരുങ്ങിപ്പോവല്ലേ.
അപ്പോൾ ഈ വ്യക്തിപരമായ ബന്ധത്തെ കണ്ടെത്തുകയും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നൊരു കാലമാക്കി ഈ നോമ്പ് കാലത്തെ നമുക്ക് മാറ്റണം. അപ്പോൾ ഇന്നത്തെ ഈ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം അത്രയും സിമ്പിളാണ്. കാരണം നോമ്പ് കാലത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിൻ്റെ ഒരുക്കത്തിൻ്റെ ചിന്ത ഏതൊക്കെ? മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ. ഈ 3 ശൈലി ഈ കാലത്തൊന്ന് അഭ്യസിച്ച് മുറിയിൽ കടക്കണം. മുറിയിൽ കടക്കുമ്പോൾ മറ്റെല്ലാത്തിൽ നിന്നും ഒന്ന് മാറണം. കഥ കടയ്ക്കണം. പലതിൻ്റെ നേരെയും കഥകും ജനലുമൊക്കെ ഒന്ന് കൊട്ടിയടച്ച് നോ പറഞ്ഞ് രഹസ്യമായി പേഴ്സണൽ എൻകൗണ്ടർ നടക്കണം. രഹസ്യമായി കർത്താവിനോട് സംസാരിക്കുന്നൊരു അനുഭവത്തിൽ ഇത്. അപ്പം ഞാൻ തരുന്ന ഹോംവർക്ക് എന്നറിയാമോ? ഇന്നത്തെ ഹോംവർക്ക് ഐ എം റെഡി ഫോർ ദ ഹോംവർക്ക് എന്നോ, കാരണം തൊട്ട് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹോംവർക്ക് അല്ല. ഐ എം റെഡി ഓർ ഐ എം ട്രൈങ് ടു ഡു ദ ഹോംവർക്ക് എന്നെങ്കിലും കമൻറ്റ് ചെയ്യണേ. കമൻറ്റൊക്കെ ഒന്ന് കാണട്ടെ. കുറച്ച് നാളായില്ല ഞാൻ കമൻറ്റ് ഇടാനൊക്കെ പറയുന്നു. എന്താണെന്നറിയാമോ ചെയ്യേണ്ടേ? നോമ്പ് കാലം തീരുന്നത് വരെ, അതായത് ഇനി നമുക്ക് 10-45 ദിവസമുണ്ട്. അത്രയും ദിവസം കൊണ്ടൊരു ശീലമൊക്കെ നമ്മൾ പഠിച്ചെടുക്കും. ഇപ്പം ഞാൻ ആവശ്യപ്പെടുന്നത് നോമ്പ് കാലം തീരുന്നത് വരെ 10 മിനിറ്റ് മറ്റൊന്നും ചെയ്യാതെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്ത് സൈലൻസ്. അതിപ്പോൾ വീട്ടിലാകാം. പള്ളിയിൽ പോകാൻ ആവതില്ലാത്തവരും പള്ളിയിൽ പോകാൻ സാഹചര്യമില്ലാത്തവരും വെറിയിടാകണ്ട. വീട്ടിലാകാം. എവിടെങ്കിലും സ്വസ്ഥതയോടെ ഇരിക്കുക. മറ്റൊച്ചപ്പാടും ബഹളം ഒന്നും വേണ്ട. ബൈബിൾ കയ്യിലെടുക്കണ്ട. ഒരു പ്രാർത്ഥനാ പുസ്തകം കയ്യിലെടുക്കണ്ട. വെറുതെ സിറ്റ് ക്വയറ്റ്. 10 മിനിറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനപൂർവം ഇരിക്കാൻ പറ്റണം. അത്തരമൊരു അനുഭവം ഒന്ന് പഠിച്ചെടുത്തേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇനി തൊട്ട് എല്ലാ ദിവസത്തേക്കുള്ള നമ്മുടെ നോമ്പ് കാലത്തിൻ്റെ ഹോംവർക്കാണ്. ഇത്തവണത്തെ നോമ്പ് കാലത്തെ ബ്ലസ് 364 ഇത്തരം കുറച്ചുകൂടി ഇങ്ങനത്തെ പ്രാക്ടിക്കൽ ഹോംവർക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യണം. അത് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നവർ ആ താല്പര്യം കമൻറ്റിലിടണം. എന്തിനറിയാമോ ഞാൻ പറയുന്നത്? എന്തിനായി കമൻറ്റൊക്കെ ഇടുന്നത്? മറ്റാരെങ്കിലും ഒന്ന് ഇൻസ്പയർ ചെയ്താലോ? ഇവരൊക്കെ ഇത്രയും പേരുണ്ടല്ലോ, എന്നാൽ ഇപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത്രയും നല്ലതായില്ലേ? മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുന്ന പേഴ്സണൽ പ്രെയറിൻ്റെ ഒരു ശൈലി നമുക്ക് പഠിച്ചെടുക്കാം. ഇനി മറ്റൊരു ചിന്ത. റോമാലേഖനത്തിൽ 2-ാം അധ്യായം 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്. പക്ഷെ നമ്മൾ അതിനകത്തുനിന്ന് ഒരു ഭാഗം മാത്രം ഒന്ന് പഠിക്കുകയാണ്. ഈയിടെയും കൂടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അൽമായ വചന പ്രഘോഷകരുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഫോർമേഷൻ, 2 ദിവസത്തെ ഫോർമേഷൻ ഞാനിപ്പോൾ താമസിക്കുന്ന കുന്നന്താനത്ത് വെച്ച് നടത്തിയായിരുന്നു. ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഡയറക്ടർ അച്ഛൻ പ്ലാപ്പറമ്പിലച്ഛനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. അപ്പോൾ അത് തുടക്കമിട്ട് ആദ്യത്തെ ക്ലാസ് എന്നോട് എടുക്കാൻ പറഞ്ഞു. ഞാൻ അവർക്കൊരു ക്ലാസ് കൊടുത്തു. അപ്പോൾ ആ ക്ലാസ്സിൽ പല ചോദ്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. നല്ല സെഷനായിരുന്നു അവരോടൊപ്പമുള്ളത്. അൽമായ വചന പ്രഘോഷകർ, അഭിമന്യ പിതാവ് അവർക്കൊരു സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തു ക്ലാസ്സിൻ്റെ അവസാനം. നല്ലതാണത്. അപ്പോൾ ഇവർക്ക് സംശയം ചോദിച്ചതാണ്, നമ്മുടെ ഇതര മതസ്ഥർ, മറ്റു മനുഷ്യർ എങ്ങനെയാണ് വിധിക്കപ്പെടാൻ പോകുന്നത്? അവരുടെ മേൽ എങ്ങനെയാണ് വിധി വരാൻ പോകുന്നത്? അതാണ് നമ്മുടെ കൺസേൺ. നമ്മളെക്കുറിച്ചല്ല ചിന്ത, അവരെക്കുറിച്ചാണ് നമ്മുടെ ആകുലത. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ കൃത്യമായിട്ട് കിടപ്പുണ്ട്. നിയമം ലഭിച്ചവർ നിയമത്താലേ വിധിക്കപ്പെടും. നിയമമില്ലാത്തവർ അങ്ങനെ വിധിക്കപ്പെടും. അപ്പം നമ്മൾ ആലോചിക്കും എങ്ങനെ? അതിൻ്റെ പേരാണ് മനസാക്ഷി. പ്രിയമുള്ളവരെ, നമ്മൾ ചിലപ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ മനസാക്ഷിക്ക് യോജിച്ച വിധത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നു. നിയമം ലഭിച്ചവർ മനസാക്ഷി മാത്രം നോക്കിയാൽ പോരാ, നിയമം കൂടെ പാലിക്കണം. കാരണം കർത്താവ് തമ്പുരാൻ നിയമം തന്നിട്ടുണ്ട് നമുക്ക്. നിയമം ലഭിച്ചവരാണ് നമ്മൾ. നിയമം കിട്ടാത്തവർ, കർത്താവിനെ അറിയാത്തവർ, അവൻ്റെ നിയമം അറിയാത്തവരാണ് അവരുടെ മനസാക്ഷിയാലെ വിധിക്കപ്പെടാൻ പോകുന്നത്. 1-2 വാക്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. റോമ 2:12, നിയമബന്ധിതർ അല്ലാതിരിക്കെ പാപം ചെയ്തവരെല്ലാം നിയമം കൂടാതെ നശിക്കും. നിയമബന്ധിതരായിരിക്കെ പാപം ചെയ്തവർ നിയമാനുസൃതം വിധിക്കപ്പെടും. നമ്മൾ നിയമബന്ധിതരായിരിക്കെ പാപം ചെയ്തവർ നിയമാനുസൃതം വിധിക്കപ്പെടും. ഇനി 15-ാമത്തെ വാക്യം, നിയമത്തിൻ്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു. ആര്? നിയമമില്ലാത്തവർ. നിയമമില്ല എന്ന് തോന്നുന്നവർക്ക് പോലും നിയമത്തിൻ്റെ അനുശാസനങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ലിഖിതമായിരിക്കുന്നു, എഴുതപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ? നിയമം രൂപപ്പെടുത്തിയിരിക്കുന്നത് അവരുടെയും ഉടയവനായ ദൈവമായതുകൊണ്ട് ആ നിയമത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻസ് അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ട്. അതാണ് അടുത്തത്. അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു.
ഉള്ളിലൊരു നിയമം ഉണ്ടെന്ന് എല്ലാവർക്കും. ക്രിസ്ത്യാനിയാണോ അല്ലയോ, ഉള്ളിലൊരു നിയമമുണ്ട്. ആ ഉള്ളിലെ നിയമത്തിൻ്റെ പേരാണ് മനസ്സാക്ഷി. എങ്ങനെയാണ് മനസ്സാക്ഷി രൂപപ്പെടുന്നത്? ഉടയവൻ കർത്താവായതുകൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഒരല്പം അങ്ങനെയും കൂടെ പഠിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ധ്യാനത്തെ സമാപിപ്പിക്കാം. ഞാൻ പറഞ്ഞത്, ഹോംവർക്ക് തന്നിരിക്കുന്നത്, വ്യക്തിപരമായി കർത്താവിനെ കണ്ടെത്തുന്ന കാലമാക്കി ഇതിനെ മാറ്റണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ നോമ്പ് കാലത്ത് നിന്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്ത് ഒരല്പം നേരം ഇരുന്ന് നിന്റെ സ്നേഹത്തെ, നിന്റെ കരുണയെ, നിന്റെ കുരിശുമരണത്തെ ധ്യാനിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.